നമ്മുടെ നിതിൻ രാജിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാടധികം ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിതിൻ രാജിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട ഒരു സിസ്റ്റമാണ് റാഗിംഗ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്. പലയധികം ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, റാഗിംഗ് ഒരു കുട്ടിയെ മെന്റലി സ്ട്രോങ് ആക്കും, മെന്റലി ബോൾഡ് ആക്കും. ആക്ച്വലി ഇതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ റാഗിംഗ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് പലയധികം കോളേജസും ട്രീറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു സിസ്റ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഒരു ഫസ്റ്റ് ഇയറിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ അവരുടെ സീനിയേഴ്സ് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണ്, അപ്പൊ നിങ്ങൾ റാങ്കിന് വിധേയരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു ടോക്സിസിറ്റി, ഒരു ഹയറാർക്കി, ഒരു പവർ എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ സൈക്കിൾ പോലെയാണ് പലയധികം കോളേജസിൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പലയധികം ആൾക്കാരും ചോദിക്കും, ആന്റി റാങ്കിങ് കമ്മിറ്റി ഉണ്ടല്ലോ, ആന്റി റാങ്കിങ് സെൽ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ പലയധികം കോളേജസിൽ ഇത് ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. ഞാൻ പറയാം, ചില കോളേജ് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് റാങ്കിനെ ട്രീറ്റ് ചെയ്യുന്ന കോളേജസ് ഉണ്ട്. പക്ഷെ പലയധികം കോളേജസ് ആന്റി റാങ്കിങ് സെല്ലൊന്നും പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതല്ല. ഫസ്റ്റ് ഇയർ ഒരു കുട്ടി റാങ്കിങ് എന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്യുന്ന ആന്റി റാങ്കിങ് കമ്മിറ്റി കൊടുക്കുമ്പോൾ ആന്റി റാങ്കിങ് കമ്മിറ്റിയിലുള്ള ആൾക്കാർ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് സീനിയേഴ്സിന് കൊടുത്തിട്ട് പറയും, ഈ ഒരു ഫസ്റ്റ് ഇയറിലെ കുട്ടി നിന്നെ പറ്റി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇവിടെ എന്താ പറ്റുന്നത്, ഈ കോളേജ് അതോറിറ്റീസും സീനിയേഴ്സും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഇയറിലുള്ള ഈ റാങ്കിങ് സപ്പോർട്ട് ചെയ്യുന്ന കുറെ അധികം പിള്ളേർ എന്ത് ചെയ്യും, ഈ കുട്ടിക്കെതിരെ തിരിഞ്ഞിട്ട് ഇവനെ ഐസൊലേറ്റ് ചെയ്യും, മെന്റലി ഇവനെ പ്രഷറൈസ് ചെയ്യും, മെന്റലി ടോർച്ചർ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പലയധികം സ്ഥലങ്ങളിലും കാണുന്നത്. ഇനി അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ NMC ഈ ഓരോ കുട്ടിയും ഈ കോളേജസിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവർക്ക് ആന്റി റാഗിങ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ആന്റി റാഗിങ് നമ്പർ എന്ന് പറയുമ്പോൾ ഇത് വളരെയധികം സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു കോഡാണ്. ഈ ഒരു കോഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കംപ്ലൈൻസ്, എന്തെങ്കിലും റാഗിങ് നമുക്ക് നമ്മുടെ കോളേജിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആന്റി റാഗിങ് നമ്പർ പലയധികം കോളേജസിലും ഇവര് കോളേജ് അതോറിറ്റീസ് വാങ്ങിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കോളേജിനെതിരെയോ ഫസ്റ്റ് ഇയറിലെ കുട്ടികളോ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ ആ നമ്പർ അടിച്ച് നോക്കും. അപ്പൊ കോളേജ് തന്നെ മനസ്സിലായി ഇത് ആരാണ് ഈ കംപ്ലൈന്റ് കൊടുത്തതെന്ന്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ആന്റി റാഗിങ് ഫോമുകളുണ്ട്. അപ്പൊ ഈ ആന്റി റാഗിങ് ഫോം കോളേജിൽ കൊടുക്കും. അതായത് ഈ പിള്ളേർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള റാഗിങ് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാനുള്ള പലയധികം ഫോമും NMCയും അതുപോലെ തന്നെ കേരളത്തിലുള്ള സ്റ്റേറ്റ് കൗൺസിലൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ കോളേജിലെ അതോറിറ്റീസ് വന്നിട്ട് തന്നെ പലയധികം പിള്ളേരെയും പ്രഷറൈസ് ചെയ്യും. നിങ്ങൾ ഒന്നും എഴുതരുത്, നിങ്ങൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഇവിടെ ഹെല്ലാവും എന്നൊക്കെയുള്ള രീതിയിൽ പലയധികം കോളേജ് അതോറിറ്റീസ് ചെയ്യാറുണ്ട്. അപ്പൊ പലയധികം പിള്ളേർ പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഇതിലൊന്നും എഴുതത്തില്ല, ഒന്നും നമുക്കൊരു കംപ്ലൈന്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് പലയധികം പിള്ളേർ എഴുതി കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും കാണുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ. ഇത് ഒരുപാടധികം കോളേജസിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ പലയധികം കോളേജും റാഗിങ്ങിനെ വളരെയധികം സീരിയസ് ആയിട്ട് കണ്ട് റാഗിങ്ങേ ഇല്ലാത്ത പലയധികം കോളേജസ് ഉണ്ട്. പക്ഷെ റാഗിങ് എക്സിസ്റ്റ് ചെയ്യുന്ന പലയധികം കോളേജസ് നമ്മുടെ കേരളത്തിലുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ റാഗ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശക്തമായിട്ട് നിങ്ങൾ പ്രതികരിക്കണം. നമ്മുടെ ഒരു അനിയനോ അനിയത്തിക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യോ, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യോ? ഒരിക്കലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും